നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതചര്യയുടെ ഭാഗമാണ് കുളി എന്ന് പറയുന്നത്. മാനസികവും ശാരീരികവുമായ ഉന്മേഷത്തിന് ദിവസേനയുള്ള കുളി അത്യാവശ്യവും ഗുണകരവുമാണ്. ഒരു കുളിയിൽ എന്തിരിക്കുന്നു എന്ന് തമാശ രൂപേണ ചോദിക്കുന്നവരായിരിക്കാം പലരും. എന്നാൽ കുളിക്ക് ജ്യോതിഷവും ശാസ്ത്രവുമായി ബന്ധമുണ്ടെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കുളിക്കുന്ന സമയങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ കുളിക്കുന്ന സമയവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഓരോ സമയത്ത് കുളിക്കുന്നതിനും ഓരോ ഫലങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഒരു കാരണവശാലും കുളിക്കാൻ പാടില്ലാത്ത ചില സമയങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സൂര്യോദയത്തിന് മുൻപ് തന്നെ കുളിക്കുന്ന ശീലമുള്ളവരായിരുന്നു നമുക്ക് മുന്നേ ഉള്ളവർ, നമ്മുടെ പിൻതലമുറക്കാർ. എന്നാൽ ഇന്ന് സൂര്യോദയത്തിന് മുൻപ് ഉറക്കം എഴുന്നേൽക്കുന്നവർ വരെ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെയാവാം പണ്ടുള്ളവർക്ക് മികച്ച ആരോഗ്യമുണ്ടായിരുന്നത് എന്ന് വേണം കരുതാൻ. കാരണം സൂര്യോദയത്തിന് മുൻപുള്ള കുളി ആരോഗ്യപരമായും ജ്യോതിഷപരമായും ഏറെ ഗുണപ്രദമാണ്. രാവിലെ സൂര്യോദയത്തിന് മുൻപ് കുളിക്കുന്നതാണ് ധർമ്മശാസ്ത്ര പ്രകാരം ഏറെ ഉത്തമം. ഇത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം തരും. അതുകൊണ്ട് തന്നെ കുളിക്കുന്നതിനുള്ള സമയങ്ങളെ 4 യാമങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തേത് മുനിസ്നാനം, പുലർച്ചെ 4 മണിക്കും 5 മണിക്കും ഇടയിൽ കുളിക്കുന്നത്. രണ്ടാമത്തേത് ദേവസ്നാനം, പുലർച്ചെ 5 മണിക്കും 6 മണിക്കും ഇടയിലുള്ള കുളിയാണ് ദേവസ്നാനം എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് മനുഷ്യസ്നാനം, 6 മണിക്കും 8 മണിക്കും ഇടയിലായിട്ട് കുളിക്കുന്നതാണ് മനുഷ്യസ്നാനം. ഇനി രാക്ഷസീ സ്നാനം, രാവിലെ 8 മണിക്ക് ശേഷം കുളിക്കുന്നത് രാക്ഷസീ സ്നാനമാണ്. രാവിലെ 8 മണിക്ക് ശേഷവും വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ശേഷവും കുളിച്ചാൽ ബുദ്ധിമുട്ടുകൾ, നഷ്ടം, ദാരിദ്ര്യം എന്നിവ വിട്ടുമാറാതെ പിന്തുടരുന്നതിന് കാരണമാകും. രാക്ഷസീ സ്നാനം എന്നാണ് ഈ സമയത്തെ കുളിയെ കണക്കാക്കുന്നത്. ഈ സമയത്തെ കുളി കഴിവതും ഒഴിവാക്കുന്നത് തന്നെയാണ് ഉചിതം. സൂര്യാസ്തമയത്തിന് മുൻപ് കുളിക്കുന്നതിൽ തെറ്റില്ല. ഈ കാരണം കൊണ്ടാണ് പണ്ട് കാലത്തുള്ള 7:30 വെളുപ്പിന് എഴുന്നേൽക്കുകയും സൂര്യോദയത്തിന് മുൻപ് സ്നാനാദി കാര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയും ചെയ്തിരുന്നത്. ആദ്യം തന്നെ മുനിസ്നാനത്തെക്കുറിച്ച് നോക്കാം. കുളിക്കുന്നതിനെ അത്യുത്തമമായിട്ട് കണക്കാക്കുന്ന സമയമാണിത്. മികച്ച ആരോഗ്യം, പ്രതിരോധ ശക്തി, ഏകാഗ്രത, ബുദ്ധിശക്തി, വീട്ടിൽ സുഖം, ശാന്തി, സമൃദ്ധി, വിദ്യ എന്നിവ പ്രദാനം ചെയ്യുന്നതിന് ഈ സമയത്ത് കുളിക്കുന്നതിലൂടെ സാധ്യമാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇനി അടുത്തത് ദേവസ്നാനമാണ്. ജീവിതത്തിലെ യശസ്, കീർത്തി, സമൃദ്ധി, മനഃശാന്തി, സുഖം, ധനം എന്നിവ ലഭിക്കുന്നതിനായി ഈ സമയത്ത് കുളിക്കുന്നത് ഉത്തമമാണ്. ഇനി അടുത്തത് മനുഷ്യസ്നാനമാണ്. ഇന്ന് മിക്ക ആളുകളും കുളിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയമാണ് ഇത് എന്ന് വേണം പറയാൻ. കാമസഫലത, ഭാഗ്യം, ഐക്യം, സന്തോഷം, കർമ്മസുഖം എന്നിവ പ്രദാനം ചെയ്യുന്നതിന് ഈ സമയത്തെ കുളി അനുയോജ്യമാണ്. പണ്ട് കുളത്തിലും നദിയിലുമായിരുന്ന ആളുകൾ കുളിച്ചിരുന്നത്. കുളിയും സന്ധ്യാവന്ദനവും സൂര്യനമസ്കാരവും ഒക്കെ അന്ന് പതിവായിരുന്നു. ഇന്ന് അത് കുളിമുറിയിലേക്ക് ഒതുങ്ങി. മുങ്ങിക്കുളിക്കേണ്ടവർക്ക് ബാത്ത് ടബുകളും പലതരത്തിൽ വെള്ളം ചീറ്റുന്ന ഷവറുകളുമടക്കം ഇന്നത്തെ കുളിമുറികൾ ആഡംബരം കാണിക്കുന്നതിനുള്ള ഇടമായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ ഷവറിൽ കുളിക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തണുത്ത വെള്ളം ശിരസിൽ ആദ്യം തന്നെ വീഴാനായിട്ട് പാടില്ല. പാദം മുതൽ മുട്ടുവരെയാണ് ആദ്യം നനയേണ്ടത്. പണ്ടുകാലത്തുള്ളവര് കുളത്തിലും പുഴയിലും കുളിക്കുന്നത് ഇതുകൊണ്ടായിരുന്നു. വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഉള്ളം കാലിൽ നിന്ന് ശിരസ് വരെയുള്ള നാഡിയിലൂടെ ശരീരം തണുക്കാൻ പോകുന്നു എന്ന സന്ദേശം ശിരസിൽ എത്തിയിരിക്കും. നളദമയന്തി കഥയിലെ നളനെ ശനി ബാധിച്ച ഒരു കഥയുണ്ട്. അദ്ദേഹം കാല് കഴുകിയപ്പോൾ ഉപ്പൂറ്റിയിൽ മാത്രം വെള്ളം വീണില്ല. ഇതിലൂടെയാണ് നളനെ ബാധിക്കുന്നതിനായിട്ട് ശനി അകത്ത് പ്രവേശിച്ചത്. ശരീരം ശുദ്ധമല്ലെങ്കിൽ രോഗങ്ങൾ മാത്രമല്ല ബാധിക്കുക എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ക്ഷേത്രദർശനത്തിന് മുൻപ് കുളിക്കണമെന്ന് പറയുന്നതും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്.
ഇനി അതുപോലെ തന്നെ എണ്ണ തേച്ച് കുളിക്കുമുണ്ട് ചില പ്രത്യേക ദിവസങ്ങളും സമയവും. പണ്ട് നല്ല സമയം നോക്കിയായിരുന്നു എണ്ണ തേച്ച് കുളിച്ചിരുന്നത്. പുരുഷന്മാർക്ക് ബുധനാഴ്ചയും ശനിയാഴ്ചയും എണ്ണ തേച്ച് കുളിക്കാം, മറ്റ് ദിവസങ്ങളിൽ പാടില്ല. സ്ത്രീകൾക്ക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എണ്ണ തേച്ച് കുളിക്കാം. തിങ്കളാഴ്ചയും ഭർത്താവിൻ്റെ ജന്മനക്ഷത്ര ദിവസവും എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്നാണ് ആചാരം. അതുപോലെ തന്നെ കറുത്ത വാവിനും വെളുത്ത വാവിനും എണ്ണ തേക്കാൻ പാടില്ല. ചതുർദശി, പ്രതിപദം, ഷഷ്ടി, അഷ്ടമി, ദ്വാദശി എന്നിവയും ഒഴിവാക്കണം. തിരുവാതിര, ഉത്രം, തൃക്കേട്ട, തിരുവോണം എന്നീ നക്ഷത്രങ്ങളും നന്നല്ല. ജന്മനക്ഷത്രം, അനുജന്മ നക്ഷത്രം, ഉപവാസ ദിനം എന്നിവയൊക്കെ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ലാത്ത ദിവസങ്ങളാണ്. കുട്ടികൾക്കും വൃദ്ധന്മാർക്കും രോഗികൾക്കും ഒന്നും ഇത് നോക്കേണ്ട ആവശ്യമില്ല. വീട്ടമ്മമാര് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണകരമാണ്. ജോലി തിരക്കും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇന്ന് പല ആൾക്കാരും പല സമയങ്ങളിലാണ് കുളിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു സമയം പാലിക്കാൻ പോലും ആർക്കും സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ കുളിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തിക നിലയെ പോലും തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ നിങ്ങൾ കുളിക്കുന്ന ആ ഒരു സമയത്തിന് സാധിക്കും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏതെങ്കിലും ഒരു കാരണവശാൽ രാത്രിയിൽ കുളിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല. രാത്രിയിൽ എണ്ണ തേച്ച് കുളിക്കരുത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി വീട്ടിലെ സ്ത്രീകൾ കുളിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈറൻ മുടിത്തുമ്പിൽ നിന്നും വെള്ളം താഴെ വീഴുന്നത് പല വീട്ടമ്മമാരിലും കണ്ടിട്ടുണ്ട്. ഇത് മൂദേവിയാണ് എന്ന് പറയാം. ഇങ്ങനെ വീണു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തുടച്ചു കളയണം. ഇതിൽ ചവിട്ടാനും പാടില്ല. കുളിച്ചു വന്നാൽ ഉടൻ അടുക്കളയിൽ കയറുന്നതിന് മുൻപ് മനസ്സിൽ നാമം ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കുളിച്ചു വന്നാൽ ഉടൻ തന്നെ മുടി വെട്ടാനോ നഖം വെട്ടാനോ പാടില്ല. ഇതും ദോഷം വരുത്തുന്ന കാര്യമാണ്. കുളിക്കാൻ പോകുന്നതിന് മുൻപേ ആയിട്ട് ഇത് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അതുപോലെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ബാത്റൂമിൽ കൂട്ടിയിടുന്നതും നന്നല്ല. ഇതും വീട്ടിൽ മൂദേവി കയറാൻ ഇടയാക്കുമെന്നാണ് പറയുന്നത്. ഇത് പുറത്തെവിടെയെങ്കിലും ഇട്ട് അടച്ചു വയ്ക്കാം. കുളിച്ച ശേഷം വസ്ത്രം കഴുകരുത്. കുളിക്കാൻ കയറി കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് വസ്ത്രങ്ങൾ കഴുകുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലാതെ കുളിച്ചു വന്ന ശേഷം അലക്കാൻ നിൽക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സാധിക്കുമെങ്കിൽ സൂര്യോദയത്തിന് മുന്നേ ആയിട്ട് തന്നെ കുളിക്കാനായിട്ട് ശ്രമിക്കുക. സൂര്യോദയത്തിന് മുൻപ് കുളിക്കുന്ന സ്ത്രീ ശ്രീദേവി ആകുന്നുവെന്നതാണ് പറയപ്പെടുന്നത്. വീട്ടിൽ സ്ത്രീ ലക്ഷ്മി ദേവി തന്നെയാണ് അല്ലേ? അപ്പോൾ കുളിക്കുന്ന കാര്യത്തിലും കൂടി വീട്ടിലുള്ള സ്ത്രീകളൊന്ന് ശ്രദ്ധ പുലർത്തുക. വീട്ടിലുള്ള സ്ത്രീകൾ എന്നല്ല, പുരുഷന്മാരും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.